വീട്. പേരോ പേരെ അല്ല ചോദിക്കുന്നത്. രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാൾ വീട് തരണമെങ്കിൽ കൊല്ലം സുധിക്ക് കൊടുത്ത വീടല്ലേ? രേണു സുധിക്ക് എവിടെ വീട് തന്നു? കൊല്ലം സുധിക്ക് കൊടുത്ത വീടാണോ? കൊല്ലം സുധിക്കല്ല കൊടുത്തത്, മക്കൾക്കല്ലേ കൊടുത്തത്. അത് കൊല്ലം സുധിയുടെ മക്കളല്ലേ? അതപ്പോ ആ മക്കളുടെ വീടെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് നിങ്ങളുടെ വീടല്ലേ? ഞാൻ ഇവിടെ താമസിക്കുന്നതേ ഉള്ളത് മക്കളുടെ വീടാണ്. എന്റെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നിങ്ങൾ ആ വീട്ടിലെ ആരാണ്? അവരുടെ അമ്മ, പിള്ളേരുടെ അമ്മ. ഒരു വീട്ടിലെ അമ്മ എന്ന് പറഞ്ഞാൽ വീടിന്റെ ഗൃഹനാഥയല്ലേ? നിങ്ങൾ എന്താണ് പരസ്പരം സംസാരിക്കുന്നത്? പരസ്പര ബന്ധമല്ലെന്ന് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ കൊല്ലസുധിയുടെ ഭാര്യയാണോ? തീർച്ചയായിട്ടും ആണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് കൊല്ലസുധിയുടെ വീട്ടിലല്ലേ നിങ്ങൾ താമസിക്കുന്നത്? എന്റെ ശാരിക കൊല്ലസുധി ചേട്ടന്റെ മക്കൾക്കാണ് ആ വീട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊല്ലസുധിയുടെ മക്കളായതുകൊണ്ടല്ലേ അവർക്ക് വീട് കൊടുത്തത്? അതെ. പിന്നെ നിങ്ങൾ എന്തുവായി ഇപ്പൊ പറഞ്ഞ രേണുസുധിയുടെ ഭാര്യ, രേണുസുധി എന്ന് പറയുന്ന സുധിയുടെ ഭാര്യയാണ്, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്കല്ലേ അവകാശം വീടിന്? എനിക്കാണ് അവകാശം ആ വീടിന്. എന്നോടാണോ ചോദിക്കുന്നത്? അതാ ഞാൻ ചോദിച്ചത്. എനിക്കിപ്പോ ഒരു ചെറിയ സങ്കടം തോന്നുന്നുണ്ട്. എന്താണ്? ആ വീട് അംഗീകരിക്കാത്ത നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഇനി ഉപേക്ഷിക്കൂ ഭാവി? ഒരിക്കലും ഇല്ല, മരിച്ചാലും കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കത്തില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് വീട് അംഗീകരിക്കാത്തത്? അംഗീകരിക്കുമല്ലോ, ഞാൻ ആ വീട്ടിൽ തന്നെയാണ്. ഇന്നും ഞാൻ ആ വീട്ടിൽ നിന്നാണ് കിടന്നിറങ്ങി വന്നത്. അത് എന്റെ വീടാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് പേരിൽ എന്റെ എഴുതി തന്നിട്ടില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് പിള്ളേർ, അത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. സുധിച്ചേട്ടന്റെ 2 മക്കളുടെ പേരിലാണ് എഴുതി കൊടുത്തേക്കുന്നത്. ഓക്കെ.